ഏവർക്കും സുപ്രഭാതം. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മനോഹരമായ ഒരു വാക്യം. ദൈവത്തിന്റെ സൃഷ്ടി അത് മുഴുവൻ ഒന്നടങ്കം ദൈവത്തെ നോക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം അതതിന് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയോട് ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. പാട്ടുകാരൻ പാടുന്നത് ഇങ്ങനെയാണ്: കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. അതെ, ദൈവത്തിന്റെ സൃഷ്ടി ഒന്നടങ്കം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ തക്ക സമയത്ത് ഭക്ഷണം നൽകി ദൈവം അതതിനെ പുലർത്തുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു: ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ചേർത്ത് വെക്കുന്നതുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ എത്ര വിശേഷതയുള്ളവർ. പ്രിയപ്പെട്ടവരെ, ഈ കാട്ടിലെ മൃഗങ്ങൾക്കും ആറ്റിലെ മത്സ്യത്തിനും സർവ്വചരാചരത്തിനും തക്ക സമയത്ത് ഭക്ഷണം നൽകി നടത്തുന്ന ദൈവം അവയേക്കാൾ എത്രയോ ശ്രേഷ്ഠരായി നമ്മെ കരുതാതിരിക്കുമെന്നാണോ കരുതുന്നത്? ഒരിക്കലുമില്ല. നമ്മെ കരുതി അനുദിനം വേണ്ടുന്നത് തന്ന് പരിപോഷിപ്പിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കാം, ദൈവത്തിന്റെ മഹത്വം കാണാം. ദൈവം ഇന്ന് പകലിൽ എല്ലാവരെയും സഹായിക്കട്ടെ.